ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:23. ഒന്നാം അധ്യായം 1 മുതൽ 23-ാം വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവജനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് എങ്ങനെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് യേശുക്രിസ്തു ജനനം എങ്ങനെയായിരുന്നു? നമ്മളോട് പറഞ്ഞേക്കാൻ നമ്മള് കിടന്ന ബീജത്താലല്ല, കിടാത്ത നിലനിൽക്കുന്ന വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം നമ്മള് വീണ്ടും ജനിക്കപ്പെട്ടത് വചനത്താലാണ് വീണ്ടും ചെയ്യുന്നത്. അത് കെട്ടുപോകുന്നതല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പം യേശു കർത്താവിന്റെ ജനനം എങ്ങനെയായിരുന്നു? സാറാംശം അൺമ്യൂട്ട് ചെയ്താണ്. വചനമായിരുന്നല്ലേ, വചനം ജഡമായി തന്നെ വന്നല്ലേ. വചനം ജഡം. മറിയയുടെ മുമ്പ് ദൂതൻ വരുമ്പോ ദൂതൻ പറയുന്നത്, മറിയ ചോദിക്കും പുരുഷനെ അറിയാതെ എങ്ങനെ സംഭവിക്കുന്നത്? മറിയപ്പാട് ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ, അത്യുന്നത ശക്തി നിന്റെ മേൽ നിലയിടും, ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയെന്ന് അറിയപ്പെടും അല്ലേ. അപ്പൊ അവിടെ പരിശുദ്ധാത്മാ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായി പറയുന്നത് വചനം ജഡമായി കൃപയെ സത്യം നവജനായി ശരീരത്തിലേക്ക് വന്നല്ലേ. ഹല്ലേലൂയ. അപ്പൊ പറയുന്നത് എന്താ? 13-ാം വാക്യം പറയുന്നത്, അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താനുമല്ല, ദൈവത്തെ അത്രേ ജനിച്ചതേ, വചനം ജഡമായി തീർന്ന കൃപയെ സത്യം നവജനം നമ്മുടെ ഈ പാർത്ത് ഞങ്ങൾ അവന്റെ തേജസ് പിതാവിന് നികിതാന്റെ തേജസ്സായി കഴിഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അതിൽ വചനമുണ്ട്, വചനം ദൈവത്തോട് വചനം ദൈവമായിരുന്നു എന്നിട്ട് പറഞ്ഞു തന്നിട്ട് അല്ലെ, വചനം ജഡമായി തീർന്ന് കൃപയെ സത്യം നവജനമായിട്ട്. അപ്പം അവിടെ നമ്മുടെ പറയുന്നത് വചനം ജഡമായി തീർന്നതാണെന്ന് എഴുതിയിട്ടുണ്ട് യോഹന്നാൻ കൃത്യമായിട്ട്. മറിയടക്ക് പക്ഷെ ദൂതൻ പറയുന്നുണ്ട്, അത് പരിശുദ്ധാത്മാവ് നിന്റെ പേര് അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടുമെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു പരിശുദ്ധാത്മ ശക്തി ഹല്ലേലൂയ വന്നു കഴിഞ്ഞപ്പോഴാണ് വചനത്തിന് ജീവൻ വെച്ചാണ്. അപ്പൊ വചനത്തിന് ജീവൻ വെക്കണം എപ്പോഴും പരിശുദ്ധാത്മാവും വചനവും കൂടെ എൻകൗണ്ടർ ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ പറയപ്പെടുന്ന വചനമാണെങ്കിലും കേൾക്കുന്ന വചനമാണെങ്കിലും വചനം എപ്പോഴൊക്കെ വചനം ഹല്ലേലൂയ അക്ഷരമായിട്ടിരിക്കുന്ന സമയത്ത് അതിന് ജീവൻ വരുത്തില്ല. ഹല്ലേലൂയ. നമ്മളെപ്പോഴും അതെ ആത്മാവിന്റെ ഭയങ്കര ആത്മാവ് നല്ല ആത്മാവിലായിരുന്ന വചനം പറഞ്ഞ് സംസാരിച്ചെന്നൊക്കെ പറയുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് ചോദിക്കുമ്പോഴത്തേന് ഹല്ലേലൂയ വചനവും പരിശുദ്ധാത്മാവും കൂടെ ചേരുമ്പോഴാണ് ഹല്ലേലൂയ ജീവൻ ഉണ്ടാകുന്നത്. അതിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ വചനം വായിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ റെവലേഷൻസ് ഉണ്ടാകുന്നത്. ആ റെവലേഷൻസ് നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നമുക്ക് ആ വചനത്തിന്റെ ജീവൻ നമ്മൾ വെളിപ്പെടുമ്പോഴാണ് നമുക്കത് വെളിച്ചമായി മാറും. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പൊ അത് വെളിച്ചമായി മാറും. ഇത് വെളിച്ചം സംഭവിക്കും മാത്രമേ ഇരുട്ടിനെ മാറ്റാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഹാലയില് അവിടെ ഒരു വിടുതൽ, നമ്മൾ പറഞ്ഞ നമ്മുടെ വാക്ക് പറഞ്ഞ വിടുതൽ സംഭവിക്കണമെങ്കിൽ വചനവും പരിശുദ്ധാത്മാവും കൂടെ എൻകൗണ്ടർ ചെയ്യണം. മറിയയുടെ മേൽ സംഭവിച്ച അതാണ്. എഴുതപ്പെട്ട വചനം അല്ലെങ്കിൽ പറയപ്പെട്ട വചനം പരിശുദ്ധാത്മ ശക്തി വന്നപ്പോഴാണ് അവിടെ ഒരു ജീവനായിട്ട് ഉത്ഭവിച്ചത്. ഒരു മനുഷ്യനോട് നമ്മൾ വചനം പറയുമ്പോഴും സുവിശേഷം പറയുമ്പോഴും നമ്മൾ കാണുന്നുണ്ട്, ഒരു സുവിശേഷം പറയും ഒരാളിൽ പരിശുദ്ധാത്മ വന്നാൽ മാത്രമേ അവൻ യേശു കർത്താവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ റോമാലേഖകൻ പറയുന്നുണ്ട് ആദ്യ ദാനമായ പരിശുദ്ധാത്മാവ്. അപ്പൊ ആ പരിശുദ്ധാത്മ നമ്മൾ വന്നു കഴിയുമ്പോഴാണ് നമ്മളിലോട്ട് വരുന്ന കേൾവി, എന്താ പറയാ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നത്. ഈ കേൾക്കുന്ന വചനം ഈ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മമായിട്ട് ചേരുമ്പോഴാണ് അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ പലരോടും നമ്മൾ വചനം പറയുമ്പോൾ എന്തുകൊണ്ട് അവിടെ വീണ്ടും ജനനം സംഭവിക്കാതെ അവരിൽ പരിശുദ്ധാത്മാവ് വരാത്തത് കൊണ്ടാണ്.
നമ്മൾ വചനം കേൾക്കും, വചനം നമ്മൾ സൗഖ്യമാക്കി വിടുവിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം വെച്ചാൽ വചനത്തോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൂടെ വരുമ്പോഴാണ് വരുന്നത്. നമ്മളിപ്പോ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ ആ വചനത്തോടൊപ്പം പരിശുദ്ധാത്മാവ് അവിടെ വർക്ക് ചെയ്യും. അപ്പൊ അത് നമ്മൾ പറയാറുണ്ടെന്ന് വെച്ചാൽ കൃപാവരങ്ങൾ എന്ന് പറയാറുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളുള്ളവരാണ് വിടുതൽ ശുശ്രൂഷ എപ്പോഴും ചെയ്യുന്നത്. എന്താ വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നമ്മളുണ്ടെങ്കിൽ നമ്മൾ പറയപ്പെടുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ അതിനോടൊപ്പം ചലിക്കും. അതിനോടൊപ്പം അത് രണ്ടും കൂടെ ഞാൻ ഈ ഭാഗം നേരത്തെ ഒരുപാട് പ്രാവശ്യം പല രീതിയിൽ പറഞ്ഞിടപ്പോൾ ഞാൻ പറഞ്ഞത് യോശുവ നിന്നിട്ട് സൂര്യ നിൽക്ക ചന്ദ്ര എന്ന് പറഞ്ഞപ്പം അത് വെറും വാക്കായിരുന്നു. ജോഷുവയുടെ വായെന്ന് വന്നു വെറും ഒരു നമ്മൾ സംസാരിക്കുന്ന പോലെ സ്പോക്കൺ ലാംഗ്വേജ് ആയിട്ട് വന്ന ഒരു വാക്ക് മാത്രമായിരുന്നു അത്. ഹല്ലേലൂയ. അപ്പൊ അവിടെ സംഭവിച്ചത് ഈ ശബ്ദത്തോടൊപ്പം ഈ ജോഷുവയുടെ വായെന്ന് പുറപ്പെട്ട ശബ്ദത്തോടൊപ്പം ട്രാവൽ ചെയ്ത പരിശുദ്ധാത്മ ശക്തിയുണ്ട്. ഈ ശക്തിയാണ് ശരിക്കും സൂര്യനും ചന്ദ്രനും ഒക്കെ മനസ്സിലാകുന്ന ഭാഷ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അവിടെ ചെന്നിട്ട് അതിനെ ചലിപ്പിക്കാൻ നിർത്തിയത്. ആ പരിശുദ്ധാത്മ ശക്തി നമ്മൾ പറയുന്ന ഭാഷയോട് കൂടെ ചേരുന്ന സമയത്ത്, നമ്മൾ പറയുന്ന വാക്കുകളോട് ചേരുമ്പോ അത് എല്ലാ ജീവജാലങ്ങൾക്കും ഈവനും ജീവനില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അത് വസ്തുവിന് വരെ മനസ്സിലാവും. അപ്പൊ നമ്മള് അതുപോലെ പറഞ്ഞിട്ടുണ്ട്, മരിച്ചു കിടക്കുന്നവരോട് എഴുന്നേറ്റ് വരാൻ പറയല്ലേ. ആമേൻ. നമ്മുടെ പത്രോസ് തബീത്തയുടെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് തബീത്തായി എഴുന്നേൽക്കാന്ന് പറഞ്ഞു. ഹല്ലേലൂയ അല്ലേ? യേശു കർത്താവ് പറഞ്ഞോണ്ട് നിൽക്കട്ടെ. അപ്പൊ പത്രോസ് പറഞ്ഞു തബീത്ത ഇട്ടത് എഴുന്നേറ്റ് നിന്നു പറഞ്ഞു. എങ്ങനെ മനസ്സിലായി? ഹല്ലേലൂയ. അപ്പം സൂര്യനോട് നിൽക്കാൻ, ചന്ദ്രനോട് അല്ലെങ്കിൽ കാറ്റിനോട് നിൽക്കാൻ പറയാം, കടലിനോട് എങ്ങനെ ശാന്തമാകാൻ പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഓരോ കാര്യങ്ങളോടും കൽപ്പിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അവിടെ എല്ലാം സംഭവിക്കുന്ന കാര്യം പരിശുദ്ധാത്മാന്റെ ശക്തിയാണ് വ്യാപരിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഇന്നലെ ഇതുപോലെ ഇവിടെ എന്റെ കുഞ്ഞു അമ്മ ഓരോ രോഗികളുടെ അടുത്ത് യേശു അപ്പൊ ഒരു പ്രാവശ്യമല്ലേ പറഞ്ഞോളൂ. ഇപ്പോഴത്തെ പാസ്റ്റർമാരൊക്കെ എന്തിനാ പല പ്രാവശ്യം സൗഖ്യമാകട്ടെ ഔട്ട് അല്ലെങ്കിൽ സൗഖ്യമാകട്ടെ എന്ന് പറയുന്നത് എന്തിനാ? ഞാൻ പറയാം, ഓരോ ആൾക്കാരുടെ ശുശ്രൂഷ ഓരോ ആൾക്കാരും നിൽക്കുന്ന ആത്മീയ ലെവൽ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അവരുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുസരിച്ചിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. കാരണം നമ്മളെപ്പോഴും ടി ബി ജോഷിയുടെ മിനിസ്റ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്കറിയാം. ടി ബി ജോഷിയൊക്കെ ചെന്ന ഹല്ലേലൂയ എന്താ പറയാ, നമ്മള് ഇതിന്റെ മുമ്പിലേക്ക് ആൾക്കാർ സുഖമില്ല നടക്കുന്നവരുടെ മുമ്പിലേക്ക് ചെന്ന് പുള്ളി ഇങ്ങനെയുണ്ട് കൈകൊണ്ട് ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കും, ഒന്ന് പറയത്തുള്ള ആള് ചാടി എഴുന്നേൽക്കും. ഞാൻ പറഞ്ഞേ അത് അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മ ശക്തി കാരണം. എന്നാലൊക്കെ അതൊരു സംശയം തന്നെ. യേശുപ്പ ചെന്നാൽ ഒരു പ്രാവശ്യമല്ല നമ്മൾ യേശുപ്പ ഒരു പ്രാവശ്യം പറഞ്ഞു. പക്ഷേ നമ്മൾ വായിക്കുന്ന പുസ്തകം ബൈബിൾ വായിക്കുന്ന പത്രോസ് നടന്നു പോയപ്പം പത്രോസ് നിഴല് തട്ടി രോഗികൾ സൗഖ്യമാക്കാൻ വേണ്ടി രണ്ട് സൈഡിലും കൊണ്ട് ആൾക്കാരെ നിരത്തി കിടത്തി. ഞാൻ അവിടെ പത്രോസ് വായ തന്നൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. പത്രോസ് നടന്നു, പത്രോസിന്റെ ഷാഡോ അടിക്കുന്ന ആൾക്കാരൊക്കെ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ലേ യേശുപ്പച്ച ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധമാകുക അല്ലെ സൗഖ്യമാകുന്നുണ്ട്. ഇവിടെ പത്രോസ് ഒരു പ്രാവശ്യം പോലും പറയുന്നില്ല. പത്രോസ് വെറുതെ ഇറക്കണം നടന്നു പോകുന്ന സൗഖ്യമാകുന്ന ആൾക്കാർ ഇല്ലേ? അപ്പൊ പത്രോസിന്റെ മേൽ വ്യാപന ശക്തി എത്ര ഇതായിരുന്നു. അതെന്താ കാരണം? അതിന് കാരണം എന്താ? പത്രോസിന് മേൽ പരിശുദ്ധാത്മ വന്നു. പത്രോസ് പഴയ മനുഷ്യൻ ശരിക്കും പുതിയ മനുഷ്യനാണ് മാറി. ഇന്ന് എന്തുകൊണ്ടാ നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞ് ചിലപ്പോ പോകുന്നില്ല, ചിലപ്പോ സൗഖ്യമാകും. എന്തുകൊണ്ടാ? നമ്മളിപ്പോഴും പുതിയ മനുഷ്യനായി മാറിയിട്ടില്ല. എന്നുവെച്ചാൽ നമ്മളെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും വിട്ടുകൊടുത്താൽ മതി. നമ്മൾ പൂർണ്ണമായും പരിശുദ്ധാത്മ വിട്ടുകൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ ജഡീക സ്വഭാവങ്ങൾ ഇപ്പോഴും മാറുന്നില്ല. നമ്മുടെ കുറെ ബേസിക് ക്യാരക്ടേഴ്സ് ഒക്കെ പഴയതൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് എവിടെയൊക്കെ അല്ലേ? അതുകൊണ്ട് പ്ലസ് നമ്മള് എന്താ പറയാ, ഇപ്പോഴും നമ്മൾ സംസാരിക്കും, നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ 100% പരിശുദ്ധാത്മാവിന്റെ കരത്തിലല്ല നമ്മൾ എവിടെയൊക്കെ 50-50, 40-60, 60-40 ഇങ്ങനെയൊക്കെ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോഴും. നമ്മൾ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ ഉപകരണമാണെങ്കിൽ, നമ്മൾ വായ തുറന്ന് പറയുക പോലും വേണ്ട, നമ്മുടെ റൂമാല് പോയിട്ട് സൗഖ്യമാക്കും അല്ലെ? പൗലോസ് എങ്ങും പോയി പറഞ്ഞില്ല,
അവിടെ നിന്ന് പുള്ളിയുടെ തളർന്ന് റൂമാല് പീസാക്കി എല്ലാവരും എടുത്ത് കൊടുത്തു വിട്ട് രോഗികൾ സൗഖ്യമായി. ഹല്ലേലൂയ. അപ്പൊ ഇത്രയൊക്കെ സംഭവിക്കുന്ന കാര്യത്തിൽ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ജീവന്റെ വെളിച്ചം ഒരു മനുഷ്യൻ നമ്മള് കിടന്ന ബീജത്താല കെടാത്ത നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനത്താൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലെ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും വചനം തന്നെയാണ് നമ്മളെ വിടുവിച്ചത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ വചനം, അതുകൊണ്ട് പലരും വചനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, വചനമില്ല നമുക്കൊന്നും. പക്ഷെ ഈ വചനത്തോടൊപ്പം വെറും വചനം അക്ഷരത്തിന്റെ ജ്ഞാനമായിട്ട് നമ്മൾ പറയുന്നെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനങ്ങൾ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ കാണാൻ എന്തോരം വചനം നമ്മൾ കേൾക്കുകയും പറയുകയെല്ലാം ചെയ്യും. പക്ഷെ ഏതൊക്കെ വചനം നമ്മൾ വിടുവിക്കുക വെച്ചാൽ നമ്മൾ കേൾക്കുന്ന വചനം ഒന്നും നമ്മളെ ഹലയിൽ ചിലപ്പോൾ വിടുവിക്കത്തില്ല. കാരണം പക്ഷെ നമ്മൾ കേൾക്കുന്ന എത്ര പ്രാവശ്യം ഒരു എന്താ പറയാ, ഒരു വർഷം കണ്ടിന്യൂസ് വചനം കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുന്നില്ലെങ്കിൽ അതേസമയത്ത് പക്ഷെ ഒരു ദിവസത്തെ ഒരു 5 മിനിറ്റ് പ്രസംഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കാറുമുണ്ട്. ഹല്ലേലൂയ. അതിന്റെ കാരണം വെച്ചാൽ അവിടെയാണ് നമ്മൾ കേൾക്കുന്ന വചനം പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് വരുന്നത്. അപ്പൊ ആത്മാവില്ലാതെ നമുക്കൊന്നും, അതുകൊണ്ടാണ് ആത്മാവിന്റെ അവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു അക്ഷരത്തിന്റെ ഇതായിട്ടല്ല പറഞ്ഞേക്കുന്നത്, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം അത്രേ. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ സംസാരിച്ച വചനം എന്താ? ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം അത്രേ. അപ്പൊ ആത്മാവും ശക്തിയുമുണ്ട്. ഹല്ലേലൂയ. അപ്പം ആത്മാവിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആത്മാവിന്റെ ശക്തി, അഥവാ ശക്തി വരുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശക്തിയെ പവറാണ് നമ്മളെ ഇത് ആത്മാവും ശക്തിയാകുന്നത്, പവർ ആകുന്നത് ആ വചനം പരിശുദ്ധാത്മാവായിട്ട് ചേരുമ്പോൾ ശക്തിയാകും, അല്ലെ ജീവൻ ഉണ്ടാകുന്നു. ജീവൻ വരുമ്പോൾ മാത്രമേ അതിന് വെളിച്ചമുണ്ടാകത്തുള്ളൂ, അതിന് ശക്തി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അപ്പൊ ഈ ശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ പവർ ഉണ്ട്. പവറാണ് നമ്മളെപ്പോഴും പറയും ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ നമുക്ക് എന്താണ്? ബലം വേണം. ഇല്ലാതെ അവന്റെ യാതൊന്നും നമുക്ക് കവരാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിന്റെ ബലത്തെ അറിഞ്ഞിട്ട് ആ ബലത്തെക്കാട്ട് കൂടുതൽ ബലം നമ്മളിൽ നിന്ന് പുറപ്പെട്ടാൽ മാത്രമേ അവരെ തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ബേസിക് നോളജ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. നമ്മളോട് ആരെങ്കിലും തല്ലുപിടിക്കാൻ വന്നാലും നമ്മൾ എപ്പോഴാണ് ജയിക്കുന്നത്? നമ്മളെക്കാട്ടി ബലഹീനാണ് നമ്മൾ മുമ്പ് നിൽക്കുന്നെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും. നമ്മളെക്കാട്ടി ബലമുള്ള ഒരാളാണെങ്കിൽ നമുക്കിട്ട് 2 കിട്ടുക, നമ്മൾ ചിലപ്പോൾ പോങ്ങിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവരും. അതുകൊണ്ട് പക്ഷേ മുമ്പിൽ നിൽക്കുന്നത് ഇത് തന്നെയാണ് ആത്മമണ്ഡലം. അപ്പൊ നമ്മളുടെ മനുഷ്യൻ, നമ്മളുടെ പരിശുദ്ധാത്മാവല്ല ശരിക്കും. നമ്മള് മറ്റൊരാളുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ, അല്ലെ പൈശാചി ശക്തികളുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ടി പരിശുദ്ധാത്മല്ല അവരെ അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. അതെല്ലാം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മ ഇസ് വെരി പവർഫുൾ. പക്ഷെ പരിശുദ്ധാത്മാവല്ല നമ്മളും പിശാചുമായിട്ട് നടക്കുന്ന യുദ്ധത്തിൽ നമ്മളോട് യുദ്ധം ചെയ്യുന്ന, പിശാചിനോട് യുദ്ധം ചെയ്യുന്ന പരിശുദ്ധാത്മാവല്ല. അത് നമ്മളിലെ ആത്മാവാണ്. നമ്മൾ അകത്തൊരു മനുഷ്യരുടെ നമ്മുടെ ആത്മാവാണ് പിശാചുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹോളി സ്പിരിറ്റ് ഏറ്റവും പവർഫുൾ ആണ്, അതിനെ തോൽപ്പിക്കാൻ ഒരു പിശാചിനും പറ്റും. പക്ഷേ പരിശുദ്ധാത്മാവ് അല്ല, നമ്മൾ പരിശുദ്ധാത്മാവല്ല പിശാചുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, നമ്മളുടെ ആത്മാവാണ്. അപ്പൊ നമ്മളുടെ ആത്മാവിനെ എംപവർ ചെയ്യുന്ന പരിപാടിയാണ് പരിശുദ്ധാത്മാവുള്ളത്. പക്ഷെ ഈ യുദ്ധം വരുമ്പോ പിശാചുമായിട്ട് എതിരിടുമ്പം നമ്മുടെ ആത്മാവും പിശാചുമായിട്ട് ഈവിൾ സ്പിരിറ്റുമായിട്ടാണ് ഹല്ലേലൂയ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആത്മാവ് ഹല്ലേലൂയ എത്രത്തോളം ശക്തി പ്രാപിച്ചിട്ടുണ്ടോ, അകത്തെ മനുഷ്യൻ എത്രത്തോളം ശക്തനാണ്, അതനുസരിച്ചിരിക്കും നമ്മുടെ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കുന്നത്. പലരുടെയും ചിന്ത പരിശുദ്ധാത്മാവാണ് യുദ്ധം ചെയ്യുന്നത്. ഒരിക്കലും അല്ല കേട്ടോ. പരിശുദ്ധാത്മാവാണെങ്കിൽ എപ്പോഴും ജയിക്കത്തേയുള്ളൂ. പരിശുദ്ധാത്മ എപ്പോഴെങ്കിലും തോക്കുവോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹോളി സ്പിരിറ്റ് ഉണ്ട്, നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്, നമ്മുടെ സ്പിരിറ്റ് ഉണ്ട്. എന്നുവെച്ചാ നമ്മുടെ ആത്മാവ് അത് ജീവനില്ലാതെ അല്ലെങ്കിൽ ഉറങ്ങി കടന്ന് ജീവൻ പ്രാപിച്ച് അത് ജീവൻ വെച്ച് എഴുന്നേറ്റിട്ടുണ്ട്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോ ആത്മാവ് പിന്നെ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ പണി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ വചനത്താലും പ്രാർത്ഥനയാലും ഹല്ലേലൂയ
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലൊക്കെ ഈ നമ്മളിലുള്ള സ്പിരിറ്റിനെ ഓരോ ദിവസം ഇങ്ങനെ ശക്തനാക്കി കൊണ്ടുവരും. ഈ എത്രത്തോളം ശക്തനായി വരുന്ന അതനുസരിച്ച് നമ്മൾ ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ പഠിക്കുക. റോമാലേഖനത്തെ അതാ പറയുന്നത്. നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നമ്മൾ ആത്മാവിൽ ഉള്ളവരല്ല. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ജഡത്തിനുള്ള ഗലാത്യർ എന്ത് പറയും? റോമാലേഖനത്തെ. അപ്പൊ റോമാലേഖനത്തെ അപ്പൊ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് കേട്ട് നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിച്ച് നമ്മുടെ ആത്മാവിനാൽ നമ്മുടെ ജഡത്തെ മെരുക്കി നമുക്ക് ജീവിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ആത്മീയൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് പലപ്പോഴും ആത്മീയരായി നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ജഡീകമായ സ്വഭാവം കൂടുതൽ വരുന്നത് നമ്മൾ ആത്മീയരെന്ന് വിളിക്കാൻ പറ്റത്തില്ല, നമ്മളെ ജഡീകരെന്ന് തന്നെ വിളിക്കാൻ പറ്റും. അതാണ് പത്രോസിലൊക്കെ വന്ന മാറ്റം. പത്രോസൊക്കെ ആദ്യം യേശുക്കർത്താവിന്റെ 3.5 വർഷക്കാലം നടന്നപ്പോഴും പത്രോസും ജഡത്തിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ടാണ് പത്രോസ് എല്ലായിടത്തും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് ആയപ്പോ യേശുക്കർത്താൻ പിടിക്കാൻ വന്നപ്പോഴും പത്രോസ് വെച്ച വാളൂരി ആ കൂടെ വന്ന ആളുടെ കാത് വെട്ടിക്കളയും ചെയ്തു. അത് ഏത് സ്വഭാവം എന്ന് വെച്ചാൽ ജഡത്തിന്റെ സ്വഭാവമാണ്. മനസ്സിലായില്ലേ? കാരണം അവരാരും ആത്മാവിനെ പ്രാപിച്ചിട്ടില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരിൽ ആരും അവരെല്ലാവരും നടന്നത് മൊത്തം യേശു കർത്താവിന്റെ നിഴലിൽ പറ്റിയ നടന്നത്. അപ്പൊ യേശു കർത്താവ് കൂടെ നടക്കുന്നു, അത്ഭുതം പ്രവർത്തിക്കുന്നു. അവരെല്ലാവരും ആ ഒരു തണലിൽ അങ്ങ് നടന്നു. നമ്മൾ ഇന്ന് അങ്ങനെയാണോ നടക്കുന്നത്? നമ്മുടെ പാസ്റ്റർമാരോ മറ്റുള്ളവരോ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനെയൊക്കെ തണല് പറ്റി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ആ യേശു കർത്താവിന്റെ കൂടെ പോയി ശിഷ്യന്മാർ പോകുന്ന പോലെയാണോ? അതോ യേശു കർത്താവ് വിട്ടുപിരിഞ്ഞ ശേഷം അവര് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ശേഷം അവർ ഒന്നിനെയും ഭയപ്പെടാതെ പണ്ട് ഭയപ്പെട്ട് ഓടി ഒളിച്ച സ്ഥലങ്ങളിലൊക്കെ ധൈര്യത്തോട് മുമ്പിൽ ചെന്ന് കർത്താവ് ഈ യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചുകൊന്ന യേശുവിനെയാകുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്നെന്ന് പറയാൻ കാരണം അത്രത്തോളം ധൈര്യം പ്രാപിച്ചതായിട്ടുണ്ട്. ആ ധൈര്യം അവരുടെ മാനുഷികമായ ധൈര്യമല്ല അവരിൽ വന്നേക്കുന്നത്. അത് ദൈവത്തിന്റെ ധൈര്യം, അല്ലെങ്കിൽ അകത്ത മനുഷ്യനിലാണ് ആ ധൈര്യം പ്രാപിച്ചത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞ് നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആവുകയാണെങ്കിൽ ജഡികമായി ഇപ്പൊ ഒരു രോഗം വന്നാലും ഭാരം വന്നാല് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന പ്രയാസങ്ങൾ വന്ന ഇതൊന്നും നമ്മൾ അലട്ടത്തില്ല. കാരണം നമ്മുടെ അകത്തെ മനുഷ്യൻ ഭയങ്കര സ്ട്രോങ് ആണ്. ആമേൻ. അപ്പൊ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ നമ്മളുടെ ആത്മ മനുഷ്യൻ വളരെ സ്ട്രോങ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവ് സംബന്ധിച്ച് നമ്മൾ ശക്തരാണ്. ജഡം ബലഹീനമെങ്കിലും ആത്മാവ് ഒരുക്കമുള്ള ആത്മാവ് സംബന്ധിച്ച് നമ്മൾ ശക്തരാണെന്ന് പറയാം. അപ്പൊ ആത്മാവ് സംബന്ധിച്ച് നമ്മൾ ശക്തരാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതം നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഞാൻ പറയാൻ എത്രയൊക്കെ മനസ്സിലാകുന്നു? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആത്മാവ് സംബന്ധിച്ച് എപ്പോഴും നമ്മുടെ ആത്മീയതയിൽ നമ്മൾ സമ്പന്നരായി മാറുന്നതൊക്കെ പറയുന്ന കാര്യം അവിടെയാണ്. നമ്മുടെ ആത്മാവ് ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പല പ്രാർത്ഥനയിലും പലയിടത്തും പൗലോസ് അപ്പോസ്തലൻ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അകത്ത മനുഷ്യൻ ഓരോ ദിവസം കഴിയും തോറും ശക്തനായി. അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട് ദൈവത്തിന്റെ വചനത്താലാണ്. അപ്പൊ വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട് കിട്ടുപോകുന്ന ബീജത്താൽ അല്ല. കാരണം നമ്മൾ മാനുഷികമായിട്ട് ബീജങ്ങൾ അതിന് ഒരു ടൈം ഉണ്ട്. അത് അല്ലെങ്കിൽ അതിനുള്ളിൽ ആ ഒരു പ്രോസസ്സിങ് നടന്നില്ല, അത് പിന്നെ കെട്ടുപോകും. അത് പിന്നെ പക്ഷെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് കെട്ടുപോകത്തില്ല. എവിടെയെങ്കിലും ഒരിക്കൽ വിതയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ കടന്ന് വീണ്ടും അത് മുളയ്ക്കാതെ. കാരണം വെച്ചാൽ നമ്മൾ പറയാറുണ്ട് ചിലയിടത്തൊക്കെ നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടിങ്ങ് പോരും. അവിടെ അത് അന്നേരം ഒന്നും അതിന്റെ ഫലം വന്നിട്ടില്ലെങ്കിലും അവരിലേക്ക് ഒരു പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നു കഴിയുമ്പോൾ എപ്പോഴോ കേട്ട വചനമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർ കേൾക്കപ്പെടുന്ന വചനം, പറയപ്പെട്ട വചനം അവിടെ ജീവൻ വെക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അവിടെ അത് കിട്ടുപോകത്തില്ല നമ്മളെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അങ്ങനെ ജനിപ്പിച്ചു എന്ന് നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പക്ഷെ എന്തുകൊണ്ടാ പല ആൾക്കാരും പിന്മാറ്റത്തിൽ അല്ലെങ്കിൽ തളർന്നു പോകുന്നു, അല്ലെങ്കിൽ അവരെല്ലാം ഇട്ടിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവരിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാത്തത് കൊണ്ട്.
ഹല്ലേലൂയ. അത് പലരും വന്നിട്ട് വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറിപ്പോറുണ്ട്, അല്ലെ കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴത്തേനും ഇത് ഭയങ്കര കഠിനമാണെന്നൊക്കെ പറഞ്ഞിട്ട് യേശു കർത്താവിന് പിന്നാലെ വന്ന ശിഷ്യന്മാരും അത് കഠിനം എന്ന് പറഞ്ഞ് വിട്ടുപോയി. അതുപോലെ പലരും ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വന്നിട്ട് കഠിനമാണെന്ന് പറഞ്ഞ് വിട്ടുപോകാറുണ്ട്. എന്താ കാരണം? കഠിനമായിട്ട് അവർ വിട്ടുപോകുന്നതിന്റെ കാര്യം എന്താ? ഹലോ, കഠിനമായിട്ട് വിട്ടുപോകുന്നതിന്റെ കാര്യം എന്താ? അകത്തെ മനുഷ്യൻ വേണ്ടവണ്ണം ശക്തി പ്രാപിക്കാൻ. അകത്തെ മനുഷ്യൻ വേണ്ടവണ്ണം ശക്തി പ്രാപിക്കുക എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിൽ വരാത്തത് കൊണ്ടാണ്. കാരണം പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുന്ന ഒരു മനുഷ്യനും ഹല്ലേലൂയ ശക്തനായി വരുന്ന മനുഷ്യന്മാരാരും വിട്ടുപോകത്തില്ല. 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ സഭയെ കാണുന്നുണ്ട്, അവരെല്ലാവരും വചനം കേട്ടവരുടെ എല്ലാം മേൽ പരിശുദ്ധാത്മ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരിന്ന് കൈവച്ച പ്രാവശ്യം എല്ലാവരും പരിശുദ്ധാത്മ പ്രാപിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ ഇവര് ശരിക്കും പറഞ്ഞ ആള് മാറും. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന പലരും വിട്ടുപോകുന്നുണ്ട്. നമ്മൾ അന്യഭാഷയൊക്കെ സംസാരിക്കുന്ന പലരും വിട്ടുമാറുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവര് വേണ്ടും വണ്ണം അതിനെ ഉപയോഗിക്കരുത്. കാരണം നമ്മൾ കാണാറുണ്ട് ഈ വിശ്വാസത്തിൽ വന്നിട്ട് 5 വർഷം 10 വർഷം 15 വർഷം ആൾക്കാരൊക്കെ 1, 2, 3 വാക്ക് മാത്രം അന്യഭാഷയുള്ളൂ. അവരെന്ന് വെച്ചാൽ ഈ അന്യഭാഷ എപ്പോഴൊക്കെ പറഞ്ഞു വെച്ചാൽ ഈ ആരാധിക്കുന്ന സമയത്ത് മാത്രം കൈയടിക്കും. ലാസ്റ്റ് വർഷിപ്പിന്റെ അവസാനം പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഈ അന്യഭാഷ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവരുടെ പരിശുദ്ധാത്മ ഉപയോഗം അത്രേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. ദൈനംദിന ജീവിതത്തിൽ ഒരു ആത്മാവിൽ സംസാരിക്കുന്നില്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് അത്രയും അവന് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. അപ്പൊ നമ്മളിലൊരു ആത്മീയ വർധന വരണമെങ്കിൽ എല്ലാ ദിവസവും വചനം വായിച്ചാൽ വരുമെന്നല്ല പറഞ്ഞേക്കുന്നത്, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ വരുമെന്നല്ല പറഞ്ഞേക്കുന്നത്. നമ്മളുടെ ആത്മീയ വർധന വരുമ്പോൾ നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ആത്മീയ വർധന ഉണ്ടാകുന്നത്. നമ്മൾ വചനം ഒരുപാട് വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വചനത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചും നല്ല ജ്ഞാനം ഉണ്ടാകും. നമ്മുടെ ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ വചനത്തിൽ നിന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ദൈവത്തിന് എത്രത്തോളം പവർ ഉണ്ടെന്ന്, ദൈവം എത്ര ശക്തനാണെന്ന്, ദൈവത്തെക്കുറിച്ച് നമുക്ക് വേണ്ട വെളിപ്പാടുകളെല്ലാം ലഭിക്കുന്ന വചനത്തിൽ നിന്നാണ്. പക്ഷേങ്കില് നമ്മള് ശക്തി പ്രാപിക്കണം, നമ്മുടെ അകത്ത ശക്തനായി ബലപ്പെടണമെങ്കിൽ നമ്മൾ ഓരോ ദിവസം ആത്മീയ വർധന പ്രാപിച്ചു വേണം നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവരാണ് ആത്മീയ അവനവന് തന്നെ ആത്മീയ വർധനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ദൈവത്തെ കുറിച്ചൊരു ജ്ഞാനം വേണം, ദൈവത്തെക്കുറിച്ചൊരു പരിജ്ഞാനം, തന്നെ വിളിച്ചവന്റെ ജ്ഞാനത്തിൽ പരിജ്ഞാനത്തിന്റെ വചനത്തെ കിട്ടാൻ വെളിപ്പാടിൽ ലഭിക്കണമെങ്കിൽ നമുക്ക് വചനത്തിൽ തന്നെ കിട്ടണം. പക്ഷെ നമുക്ക് ആത്മീയ വർധന വന്നില്ല, എന്ത് സംഭവിക്കും? നമുക്ക് വചനത്തെ ഭയങ്കര വെളിപ്പാട്, ദൈവത്തെ കുറിച്ച് എല്ലാം അറിയാം, നന്നായി അറിയാം, പക്ഷെ നമ്മുടെ അകത്ത മനുഷ്യ ശക്തനല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. 10 കന്യമാരുടെ ഉപമ പറയുമ്പോൾ അവരെ വിളക്കുണ്ടായിരുന്നു, എണ്ണയുണ്ടായിരുന്നു, ഹല്ലേലൂയ, ആ വിളക്കുമേൽ തീ കെടാതെ അവർ സൂക്ഷിച്ചിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആയിരിക്കണം. നമ്മൾ ശക്തരായി നിൽക്കുക. നമ്മൾ വീണ്ടും ജനിച്ചത് ദൈവത്തിന്റെ വചനത്താൽ തന്നെയാണ് വീട്. പക്ഷെ വചനം മാത്രമല്ല, വചനത്തിൽ ജീവനുണ്ട്, ജീവൻ മനുഷ്യന് വെളിച്ചമാണ്. വചനത്തിലെ ജീവൻ വെളിപ്പെടണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവും കൂടെ ചേരുമ്പോൾ മാത്രമേ വചനത്തിൽ ഒരു ജീവൻ ഉണ്ടാകൂ. ആ ജീവനാണ് നമ്മൾ ഓരോ സ്ഥലത്തും വിടുവിക്കുന്നത്, നമ്മളെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. നമ്മളെ ശക്തരാക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിടുതൽ കൊണ്ടുതരുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ഓരോ ദിവസം കഴിയുന്നത് നമ്മളുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആയി ശക്തനായി വരണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തെ ഉപയോഗിക്കുന്നവരായി മാറും. പരിശുദ്ധാത്മ അഭിഷേകത്തെ പ്രാക്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ, നമ്മുടെ ഗ്രൂപ്പുള്ള എല്ലാവർക്കും അറിയാം പരിശുദ്ധാത്മന്റെ അഭിഷേകം നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആകുന്നുണ്ടോ. ആത്മാവിന്റെ ശക്തി എന്നുള്ള അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ അന്യഭാഷ. അപ്പൊ അന്യഭാഷ ഇന്ന് പലർക്കും ഹല്ലേലൂയ പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നോളജ് ഇല്ല എന്ന് മാത്രമല്ല, പല ആൾക്കാർക്കും എന്തോ ഇത് കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവരിലൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും, അവരിലൊക്കെ ഹല്ലേലൂയ എന്താ പറയാ വചനം അക്ഷരത്തിന്റെ ജ്ഞാനമായിട്ട് അവരിലൊക്കെ ഉണ്ട്. അവർ നന്നായി പ്രസംഗിക്കുന്നവരായിരിക്കും, നല്ല പക്ഷേ അവരുടെ ആരുടെയും ജീവിതത്തിൽ അവർക്കൊരു അത്ഭുതം ചെയ്യാൻ സാധിക്കാറില്ല. അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടക്കണമെങ്കിൽ, അടയാളങ്ങൾ നടക്കണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ നടക്കത്തില്ല.
ഇന്ന് ജനത്തിന് വിടുതൽ വേണം ഹാലയില്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന കാര്യം വെച്ചാൽ ഇന്ന് പഴയ കാലത്തിലെക്കാട്ടിയൊക്കെ ശക്തനായിക്കൊണ്ടിരിക്കുക ആരെ? പിശാച് ഓരോ ദിവസം കഴിയുമ്പോൾ അവന്റെ ട്രിക്കുകൾ കൂടിക്കൊണ്ടിരിക്കുക. അവൻ ജനത്തെ ഹാലയിൽ എങ്ങനെയെല്ലാം ഹാലയിൽ അവർ പറ്റി വഴി തെറ്റിക്കാമെന്നോ, എങ്ങനെയെല്ലാം ഇപ്പൊ ഞാൻ പറയാ ഹാലയിൽ വല്ല നല്ല ബലമുള്ള നല്ല എന്താ പറയാ അവൻ ആത്മീയ ഭയങ്കര സ്ട്രോങ് ആയ വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? ഒരു ശകലം ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മളെ കൂടെ വേണമെങ്കിൽ കൊണ്ട് അതെ ഞാൻ എപ്പോഴും പറയാറുണ്ടാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ തന്നെ വലിയ വലിയ പ്രാർത്ഥനക്കാരാണെന്നൊക്കെ പറയുന്നവരാണ്. പക്ഷേ യൂട്യൂബൊക്കെ ഓപ്പൺ ആക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കയറുന്നവർക്കറിയാം ഹാലയില്ല അതൊക്കെ എടുത്ത് എന്തെങ്കിലും ഒരു കാര്യം നോക്കാൻ വേണ്ടി കയറിയാൽ മതി. പിന്നെ അതിനകത്ത് പോരാ അരമണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂർ അല്ലേ? കാരണം എന്താ? അവിടെ പിടിച്ചിരുത്താൻ നമ്മുടെ കണ്ണിന് ഇമ്പം കൊടുക്കുന്ന ഹാലേലിയ, നമ്മുടെ കാതിനെ രസിപ്പിക്കുന്ന ഹാലേലിയ, ഹൃദയത്തെ പലതും ഇന്ന് നമ്മൾ കാണാൻ. പണ്ടൊക്കെ ആണെങ്കിൽ എന്താ ഒരു സിനിമയൊക്കെ കാണണമെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയി കയറി ഇരുന്നാലും സിനിമ കാണാൻ പറ്റത്തുള്ളായിരുന്നു. ഹാലേലിയ. ടിവിയിലൊക്കെ പണ്ടത്തെ കാലത്തെ ദൂരദർശനൊക്കെ ഉള്ള നമുക്കറിയാം. പണ്ടത്തെ കാലത്ത് ടിവിയിൽ ഒരു ചിത്രഗീതമൊക്കെ വരണമെങ്കിൽ ഒരാഴ്ച ഒരു ദിവസം വരുന്നു. ഒരു പാട്ടൊക്കെ സിനിമ പാട്ടൊക്കെ കാണണമെങ്കിൽ ഹാലി അത് ദൂരൊക്കെ. പക്ഷെ ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. 24 മണിക്കൂർ നമ്മുടെ വിരൽ തുമ്പിലുണ്ട് ഇതെല്ലാം. ഇനിയിപ്പോ നമ്മളിത് കാണണ്ടെന്ന് ആഗ്രഹിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ മറ്റെന്തെങ്കിലും കാണാനായിട്ട് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ കൺമുമ്പിലൂടെ ഇങ്ങനെ ഓടി നടക്കും, ഓടി കളിക്കാൻ തുടങ്ങുമെന്ന് പറയുന്നതിനൊക്കെ നമ്മുടെ മുമ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ നോക്കാതിരിക്കുമെന്ന് ചെയ്തത്. അത്രത്തോളം വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ. എന്നാൽ യൂട്യൂബൊക്കെ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല ഹാലേ. നമ്മളെന്താ പറയാ പല മീറ്റിങ്ങുകളല്ലേ പല മെസ്സേജുകളല്ലേ നമ്മുടെ മെസ്സേജ് അപ്ലോഡ് കേൾക്കാനും കാണാനും ഒക്കെ ആയിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഇത് ഉപയോഗിക്കാൻ കയറുമ്പോൾ നമ്മൾ പോലും അറിയാതെ അതിനകത്തേക്ക് ഇങ്ങനെ എന്താ പറയാ കുടുക്കി കളയുന്നതാണ്. അതിനുള്ളിൽ കെട്ടിയിടുന്ന കണക്കുള്ള അവസ്ഥയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ട്. അങ്ങനെയാണ് നമ്മളെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാത്ത ഒരവസ്ഥ കുഞ്ഞു തലമുറകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പരിശുദ്ധം ഇല്ലാത്തവരുടെ ഒന്ന് ആലോചിച്ചോ. നമ്മളൊക്കെ നോക്കാൻ പരിശുദ്ധം ഉള്ളിൽ പറയും ഓഫ് ചെയ്യ് മാറ്റിക്കോ ഓഫ് എന്ന് പറഞ്ഞിരുന്നു. അതില്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. അപ്പൊ ഇത്രത്തോളം ഒരു ഭയാനകമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്ര മണിക്കൂർ ലാപ്ടോപ്പിന് മുമ്പിൽ ഐപാഡിന് മുമ്പിലും ഒക്കെ ഇന്ന് ചെലവഴിക്കുന്നു, മൊബൈലിലും ഒക്കെ ചെലവഴിക്കുന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ സിറ്റി സെന്ററിൽ ഒരാവശ്യത്തിന് പോയപ്പോൾ ഞാൻ കാണുന്നുണ്ട് ഒരമ്മ, ഒരപ്പൻ, ഒരു കുഞ്ഞ്. അപ്പന്റെ കയ്യിൽ മൊബൈൽ കുത്തിക്കൊണ്ടും കൊച്ചിന്റെ കയ്യിൽ കൊച്ചാകപ്പാട് ഒരു 3-4 വയസ്സ് കാണാൻ മാക്സിമം അവനും ആ മൊബൈലിൽ കുത്തിക്കൊണ്ട് നടക്കും. അമ്മ കുറച്ച് സാധനമൊക്കെ പിടിച്ചോണ്ട് നടക്കുക. അവർ 2 പേരും അപ്പനും മോനും മുമ്പിലോട്ട് വരുന്ന ആൾക്കാരെ പോലും കാണാതെ മൊബൈലിന്മേലാണ്. ഞാനിങ്ങനെ ഓപ്പോസിറ്റ് നടന്നു വരും. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ എന്റെ ഓപ്പോസിറ്റ് അവർക്ക് ആ കൊച്ചു പോലും 4 വയസ്സ് പോലും പ്രായം കാണത്തില്ല. അതിന്റെ കയ്യിൽ വലിയൊരു മൊബൈലാണ്. അതിന്റെ കണ്ണ് അതിനകത്ത് തന്നെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ പറയാം ഒരു ഷോപ്പിംഗ് മാളിൽ കൂടെ നടക്കുമ്പോൾ അവസ്ഥയും അപ്പൊ അവൻ ഇരിക്കുമ്പോ എന്തായിരിക്കും വീട്ടില്. ആ സമയത്ത് പോലും മൊബൈലിൽ നിന്ന് കണ്ണുയർത്താൻ പറ്റുന്നില്ല എങ്കിൽ അപ്പം ചിലപ്പോ ഒക്കെ വല്ല കമ്പനി മെസ്സേജോ കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും അവര് ഫോളോ ചെയ്യുന്ന ആരെയാന്ന് വെച്ചാൽ അപ്പനെ അമ്മേനെ ഫോളോ ചെയ്യുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ മൊബൈൽ ഒഴിവാക്കിയിട്ടൊരു സമയം ഇല്ല. അവർ ഭക്ഷണം കഴിക്കണേ മൊബൈൽ കൊടുക്കണം, അല്ലെങ്കിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത്. അതുപോലെ തന്നെ അവരെല്ലാ കാര്യങ്ങളും അവർ വീട്ടിൽ വെറുതെ ഇപ്പൊ ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഒരു ശല്യം ഉണ്ടാക്കാതെ വഴക്കുണ്ടാക്കാതെ ഇരുന്നുള്ള ഒരു മൊബൈൽ ഐപാഡ് കൊടുക്കുക, ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടിരുന്നു അവർക്ക് പണിയൊക്കെ എടുക്കാം. പണ്ടൊക്കെ പാലൊക്കെ കൊടുത്ത് തൊട്ടിലൊക്കെ ആട്ടി ഉറക്കി കിടത്തിയിട്ട് കുഞ്ഞുങ്ങളെ കിടത്തിയിട്ട് പണിയെടുക്കാൻ പോകുന്ന കണക്കെ ഇന്ന് അമ്മമാര് കുഞ്ഞുങ്ങൾക്കൊരു ഐപാഡ് മൊബൈൽ എടുത്ത് കൈ കൊടുക്കുക. അവരതും കൊണ്ട് ഏതെങ്കിലും മൂലയ്ക്ക് കുത്തിയിരുന്നോളും. അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അങ്ങനെയല്ലേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പോലെ മൊബൈൽ കുത്തിയിട്ടല്ലേ എഴുന്നേറ്റ് വളർന്നു വരുന്നത്. ആണല്ലേ? പണ്ട് ഞാനൊരു TV ചാനലിൽ ഒരു മനുഷ്യൻ പ്രോഗ്രാം ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. RCC ചെന്നപ്പോൾ ഈ ഐ ക്യാൻസർ ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുനാളും മുന്നേ കണ്ടു വെക്കുന്നു. പണ്ട് നമ്മുടെ കാലത്ത് അങ്ങനൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ അവിടെ കണ്ടു കഴിയപ്പോഴത്തെ ഒത്തിരി എന്തോരം കുഞ്ഞുങ്ങളെ ക്യാൻസർ രോഗത്ത്. അതിന് കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത് മൊബൈലിന്റെ അമിതമായ ഉപയോഗം തന്നെയാണ് റേഡിയേഷൻ കാരണമാണ് കുഞ്ഞുങ്ങൾക്ക്. എന്നിട്ട് ആ ചാനലിൽ ആ അവതാരം ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരു മൂർച്ചയുള്ള കത്തിക്ക് വേണ്ടി കരഞ്ഞ് നമ്മൾ ആരും കൈ കൊടുക്കും ഇല്ല. കാരണം എന്താ?
ആ കത്തി കൊണ്ട് കുഞ്ഞുങ്ങളുടെ കൈ മുറിയുമെന്ന്, അവർക്കത് ഉപയോഗിക്കാൻ അറിയത്തില്ല, അവർക്കത് ദോഷം ചെയ്യുന്നറിയാം. പക്ഷെ അതിനെക്കാട്ടി മാരകമായ സാധനം നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കും. ഈ കുഞ്ഞുങ്ങൾ ഇത് കാരണം എത്ര രോഗം അതുങ്ങളെ ഇതിന്റെ റേഡിയേഷൻ കാരണമൊക്കെ അതുങ്ങളിൽ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടോ? പല കുഞ്ഞുങ്ങളെ അറിയാം ഇതിന്റെ ഉപയോഗം കാരണം പെടലിയുടെ ഇതൊക്കെ ഇങ്ങനെ ശരിക്കും സ്റ്റേബിൾ ആയിരിക്കാതെ എപ്പോഴും പെടലിയൊക്കെ ഉറക്കാത്ത രീതി ഇങ്ങനെ എല്ലാം മാറി ഒരുപാട് രോഗങ്ങൾ. പക്ഷെ എന്നിട്ടും ഇന്ന് കൊടുക്കുക ഞാൻ മാതാപിതാക്കന്മാര് കൊടുക്കാൻ അവര് ഫോഴ്സ്ഫുള്ളി അങ്ങനെ ഫോഴ്സ്ഫുള്ളി ആയി പോവാണ് കൊടുക്കാനായിട്ട്. ആ ഒരു കാലഘട്ടം നമ്മൾ പോവുക. അപ്പൊ ഞാൻ പറഞ്ഞ മൊബൈലിന്റെ ഉപയോഗത്തെ മാത്രമല്ല, നമ്മളെ തെറ്റിച്ച് കളയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു 8 മണിക്കൂറിൽ 24 മണിക്കൂർ കിട്ടിയ അവർ ഉണർന്നിരിക്കുന്നത് ഒരു 12 മണിക്കൂറോ 13 14 മണിക്കൂറോ ആണെങ്കിൽ അതിൽ എത്ര മണിക്കൂർ ഇതിന്റെ മുമ്പിലായിരിക്കും ആലോചിച്ചു. ഞാൻ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഇന്ന് വിശ്വാസികളായിട്ടുള്ള നല്ല മധ്യവയസ്കരായി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാർ എല്ലാവരുടെയും കയ്യിൽ നിന്ന് മൊബൈലിന്റെ ഉപയോഗമാണല്ലേ. പണ്ടൊക്കെ ഇത് ആർക്കാണ്ട് ആകപ്പെട്ട് കോള് വിളിക്കാനും കോൾ അറ്റൻഡ് ചെയ്യാനും മാത്രം അറിഞ്ഞിരുന്ന ആൾക്കാരെ പോലും ഇന്ന് ഇതിനകത്ത് ഫേസ്ബുക്ക്, യൂട്യൂബും വാട്സാപ്പും എല്ലാം ഉപയോഗിക്കാൻ എക്സ്പെർട്ടാണ്. എന്താന്ന് അതിനകത്തേക്ക് സമയം ഇന്ന് അത്രത്തോളം സമയം നമ്മൾ പോലും ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത്. ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പം നമ്മൾക്ക് പരിശുദ്ധാത്മാ ശക്തിയില്ലാതെ നിൽക്കുന്നവരെ എത്ര ഉള്ളവരെ ഞാൻ പറയാം, പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചവരെ വീഴിക്കുന്നു. ആ കണക്കിന് പരിശുദ്ധാത്മ ശക്തി ഇല്ലാത്തവരെ എത്ര വേഗത്തിൽ അതിന് വീഴിക്കാൻ കഴിയും. നമ്മൾ പൈശാചികമായിട്ടുള്ള സകല സംഗതി എല്ലാ കാര്യങ്ങളും നല്ലതാണ്, നല്ല കാര്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ. പക്ഷെ നമ്മള് നല്ല കാര്യത്തിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മീയതയെ കൂടെ പ്രാപിച്ചതും കൂടെ ചോർത്തിക്കളയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ എത്രത്തോളം നമ്മൾ ശക്തി ഓരോ ദിവസവും പുതുക്കിക്കൊണ്ടിരിക്കണം. യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കി അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുമെന്ന്. യഹോവയെ കാത്തിരിക്കുന്നവർ ആരെയാ എപ്പോഴാ കാത്തിരിക്കുന്ന? ഈ ഓരോ ദിവസവും കർത്താവിനായി ഒരുങ്ങിയിരിക്കുന്നവരെ കുറിച്ച് പറയുന്നത്. കാത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ചുമ്മാ എങ്ങനെയും കിടക്കുന്ന ചപ്പും ചവറും പിടിച്ച് കിടക്കുന്ന വീട്, അല്ലെങ്കിൽ എങ്ങനെയും അലങ്കോലമായി കിടക്കുന്ന വീടും വെച്ചല്ല കാത്തിരി. നമ്മൾ ആ ഭവനത്തെ ഒന്ന് ഒതുക്കി നമ്മളൊരു ഗസ്റ്റിന് വേണ്ടി വരുന്ന നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരെ നമ്മളെന്ത് ചെയ്ത് വീടെല്ലാം വൃത്തിയാക്കി അടിച്ച് വാരി തൂത്ത് വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി പ്ലേസ് ചെയ്ത് നമ്മളൊന്ന് ഒരു ഒരുക്കമുണ്ട് അവിടെ. അതുപോലെ ദൈവത്തെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം ഒരുങ്ങിയാ കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ശക്തി പ്രാപിക്കുന്നത്. അപ്പൊ ദൈവത്തിന് വേണ്ടി എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുമ്പോഴാണ്, നമ്മൾ ഒരുക്കമുള്ള ഹൃദയമുള്ളവരാകുമ്പോഴാണ് നമ്മൾ ഓരോ ദിവസം അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ശക്തി പ്രാപിക്കും. അപ്പം നമ്മൾ നമ്മൾ വായിച്ചൊന്ന് കുറിവാക്യമായിട്ട് വായിച്ച് കെടുന്ന ബീജത്തല്ല കെടാത്തത് നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നതെങ്കിൽ ഇത് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ജീവിതത്തിൽ വചനത്തിൽ പരിശുദ്ധാത്മയുടെ ചേരുമ്പോഴാണ് നമ്മൾക്ക് ആ ജീവനുള്ള വചനമായി മാറി നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ എംപവർ ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും തന്നെ ചേരുമ്പോഴാണ് നമ്മൾ ഓരോ ദിവസവും എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം വിടുതൽ ലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചം നമ്മളിലേക്ക് ജീവൻ നമ്മളിലേക്ക് വരും. അപ്പൊ നമ്മൾ വചനം കൂടുതൽ നമ്മൾ ആഴത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന്റെ റെവലേഷൻസ് എപ്പോഴും കിടക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മ നമ്മൾ ദൈവത്തോട് വചനത്തെ കുറിച്ച് ഇന്നലെ ഞങ്ങളുടെ ചർച്ചയിൽ ശുശ്രൂഷക വന്നൊരു ഹൈദരാബാദിൽ ശുശ്രൂഷിക്കുന്നത് ദേവദാസനാണ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം എപ്പോഴും ദൈവത്തിന്റെ വചനവുമായിട്ട് ഒരു വാക്കിന്റെ ഒക്കെ റെവലേഷൻ ചോദ്യം ചോദിച്ചു തരാം 40 ദിവസം എടുത്തിട്ടുണ്ട് ദൈവത്തോട്. കാരണം വെച്ചാൽ എപ്പോഴും ദൈവത്തോട് വചനം വായിക്കാൻ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. വായി എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഇങ്ങനെയെന്നല്ല, ഈ വചനത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ റെവലേഷൻ അറിയണമെങ്കിൽ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചാൽ മാത്രം നമുക്ക് ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. വചനം വെറുതെ വായിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് കയറിയിട്ട് സെക്കൻഡ് കയറിയിട്ട് ഫിഫ്ത്ത് ഗിയറിൽ വണ്ടി പോകുന്ന നമുക്ക് പോകരുത്. വചനം വായിക്കുമ്പോൾ വചനം വായിക്കുന്ന സമയത്ത് ഈ വചനത്തിൽ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ എന്ന് പറഞ്ഞ നമ്മൾ ഓരോ വചനത്തിലും ഇങ്ങനെ ദൈവത്തോട് ചോദിക്കും. ഞാനിങ്ങനെ അലയിക്കണ്ടേ, ഞാനും നേരത്തെ അല്ല ഞാൻ പണ്ടൊക്കെ ഒരുപാട് ദൈവത്തോട് ഭയങ്കര ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളായിരുന്നു ഞാൻ. എനിക്കൊരു വചനം കൺവിൻസ് ആയില്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന എത്ര വലിയ ശുശ്രൂഷകരാണ് പ്രസംഗിക്കുന്നെങ്കിലും അതിന്റെ ഒരു എനിക്ക് എന്നെ തന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിച്ചോണ്ടായിരിക്കും.
ദൈവത്തിൽ എനിക്ക് മറുപടി കിട്ടും വരെ ഞാൻ ഇങ്ങനെ വിടാതെ ചോദിക്കും. കാരണം വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ആത്മാവ് തൃപ്തനാകണം. പരിശുദ്ധാത്മാവല്ല, നമ്മുടെ ആത്മാവ് ഒരു വചനം നമ്മൾ കേൾക്കുക. ചില സമയത്ത് നമ്മൾ ആര് പറഞ്ഞൊരു വചനം കേട്ട് നമുക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആകത്തില്ലെന്ന് പറയത്തില്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് വീണ്ടും ചോദിച്ച് ദൈവത്തിൽ തന്നെ പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഹല്ലേലൂയ, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് വചനം കൂടുതൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയാനായിട്ട്, ദൈവത്തെക്കുറിച്ച് ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമൊക്കെയാണ് ദൈവത്തിന്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്നതെങ്കിൽ ഈ വചനം പരിശുദ്ധാത്മാവാണ് നമുക്ക് പൊരുള് തിരിച്ച് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ആ ദൈവത്തിന്റെ ഹൃദയത്തിൽ അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടും. ഈ രഹസ്യം വെളിപ്പെട്ട് കിട്ടിയാൽ മാത്രമേ അവിടെ അതിന്മേൽ ഒരു വിടുതൽ അല്ലെങ്കിൽ അതിന്മേൽ ഒരു ജീവൻ വെക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ വചനം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക്, പരിശുദ്ധാത്മാവ് നമുക്ക് എപ്പോ അതിന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നു അപ്പോഴാണ് അവിടെ നിന്ന് ഒരു പ്രകാശം ഇങ്ങനെ വരും. ആ വെളിച്ചമാണ് ഇരുട്ടിനെ മാറ്റിക്കളയുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ വചനം കേൾക്കുമ്പോൾ, ഓരോ ദിവസം കേൾക്കപ്പെടുന്ന വചനം, ഓരോ ദിവസം പലപ്പോഴും ദൈവദാസന്മാര് മണിക്കൂറിൽ എടുത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയ റെവലേഷനാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ചില വചനമൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതാകുന്ന നമ്മള് പെട്ടെന്ന് നമുക്ക് ആ ആത്മാവിൽ അങ്ങോട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് വചനം കേൾക്കുന്നത് മാത്രം പോരാ, പരിശുദ്ധാത്മാവുമായി ചേരണം. പരിശുദ്ധാത്മാവിൽ എപ്പോഴും ഹല്ലേലൂയ വചനം കേൾക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമല്ല, നമ്മൾക്ക് ആത്മീയ വർധന വരുത്താൻ നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ മറന്നുപോലെ രണ്ടും കൂടെ ചേരുമ്പോഴേ അവിടെ ഒരു ഡെലിവറൻസ് ഉണ്ടാകത്തുള്ളൂ. പരിശുദ്ധാത്മാവില്ലാതെ എത്രയൊക്കെ നമ്മൾ ആ പരിശുദ്ധാത്മാവ്, നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ, നിങ്ങൾ വിചാരിക്കും വചനം തന്നെ റിപ്പീറ്റ് ചെയ്താൽ മാത്രമല്ല, പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മൾ പറയുന്ന വാക്കുകളും വചനമാണ് കേട്ടോ. അല്ലെ? നമ്മുടെ വായുന്ന വാക്കുകൾ ഈ എഴുതപ്പെട്ട വചനമല്ല, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകത്തെ ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് നമ്മൾ ആരെയും ശപിക്കുകയോ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് നെഗറ്റീവ്, ഇവനെ കൊണ്ട് തോറ്റ്, ഇവനെ കൊണ്ടല്ലേ എത്ര പറഞ്ഞാലും ഇതുങ്ങൾ നന്നാകത്തില്ല എന്നൊക്കെ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞാൽ അതൊക്കെ പറയുന്നവര് സൂക്ഷിച്ച് പറയണം. കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ആത്മാവുള്ള മനുഷ്യന്റെ ആത്മീയനായിട്ടുള്ള ഒരാളുടെ വായിൽ നിന്ന് വാക്കുകൾ എഴുതപ്പെട്ട വചനം പോലെ തന്നെ പവർഫുൾ ആണ്. ഇതിൽ പറഞ്ഞേക്കുന്ന പല വചനങ്ങളും ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയേക്കുന്നത് അല്ലേ. അതുപോലെ നമ്മൾ പറയുന്ന ഓരോ വാക്കും വചനമാണെന്ന് വിചാരിച്ചിടണം പറയാനായിട്ട്. കാരണം നമ്മുടെ വായിൽ നിന്ന് ആത്മാവിൽ പറയപ്പെടുന്ന എല്ലാം വചനമാണ്. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും വചനമാണ്. നമ്മുടെ ജീവനും മരണം നമ്മുടെ നാവിന്മേലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ആത്മാവിൽ പറയുന്നത് എഴുന്നേൽക്കുക, നടക്കുക, സൗഖ്യമാകട്ടെ, കിടക്കെടുത്ത് നടക്കുക, 38 വർഷം തളരാതെ രോഗിയെടുത്ത് യേശുക്കത്തലി പ്രാർത്ഥന ഒന്നുമല്ല, പക്ഷെ എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കാനാണ് പറഞ്ഞപ്പോ എന്താണ് അത്? വെറും യേശുക്കത്ത് പറഞ്ഞൊരു സംഭാഷണമായിട്ട് തന്നെ അവിടെ വരുന്നത്. പക്ഷെ അത് അവിടെ പ്രവൃത്തി തികച്ചപ്പോഴാണ് വചനമായിട്ട് ഇവിടെ എഴുതപ്പെട്ടത്. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വരുന്ന കാണുന്ന സമയത്താണ് അത് നമ്മൾ വചനമായിട്ട് നമ്മൾ പറയുന്ന ഓരോ ദിവസം നമ്മൾ പറഞ്ഞു വിടുന്ന എന്തെല്ലാം കാര്യങ്ങൾ അതുപോലെ സംഭവിക്കാറുണ്ടെന്നറിയാം. ഹല്ലേലൂയ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ വന്നിട്ട് ടെസ്റ്റിമണി ആയിട്ട്, സാക്ഷ്യമായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അയ്യോ, ഞാൻ ഈ വചനം കേട്ടപ്പോ ഞാൻ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു, എനിക്ക് അങ്ങനെ തന്നെ സംഭവിച്ചു. അല്ലെ? അതെന്താ? നമ്മൾ വചനം കേട്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഇന്നതുപോലെ ഇന്ന ദിവസം ഇന്ന മണിക്കൂർ അല്ലെ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കും എന്ന് ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് കൺഫസ് ചെയ്യും. അല്ലെ? അല്ലെ എനിക്ക് ഇതുപോലെ തന്നെ വരും, അല്ലെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ശരിയാകും എന്ന് നമ്മൾ കൺഫസ് ചെയ്ത കാര്യം നടക്കുന്ന അവിടെ. അപ്പൊ നമ്മൾ കൺഫസ് ചെയ്ത് നമ്മുടെ വായ കൊണ്ട് ഏറ്റു പറയുന്ന കാര്യങ്ങൾ അത് വചനമാണ് കേട്ടോ, അത് ശക്തിയാണ് കേട്ടോ, അതിന്മേൽ ദൈവത്തിന്റെ ശക്തി വരും. അതുകൊണ്ട് നമ്മുടെയൊക്കെ വായ കൊണ്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, ഈ രോഗത്തിന് ഒരു രക്ഷയില്ല കേട്ടോ എന്ന് പറയണേ, അത് നമ്മളെ കൊണ്ട് തന്നെ പോകത്തുള്ളൂ. അല്ലെ? അതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ പറയേണ്ട. അല്ലെ? അപ്പൊ നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വായിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അല്ലെ? നമ്മുടെ ആത്മാവ് അതിനെ എംപവർ ചെയ്യുന്നു. പരിശുദ്ധ ദൈവത്തിന് മഹത്വത്തെ കാര്യം ഒരു ദൈവദാസൻ പറയുന്നത് കേട്ട്, ആ ദൈവദാസൻ ഒരൊറ്റ
വചനം ഉള്ളിൽ ചെന്ന് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിലിരിക്കുന്നു. ഹല്ലേലൂയ. ഇദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഇതങ്ങ് ചെന്നപ്പം ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇത് ഭയങ്കര റെവലേഷൻ ആയിട്ട് ഇദ്ദേഹം വിചാരിച്ചു മഹത്വത്തിന്റെ പ്രത്യാശ സകലത്തിന് ഉടയവനെ അഖിലാണ്ടത്തോടെ സർവശക്തനായ ദൈവം എന്റെ ഉള്ളിലായിരിക്കുന്നത്. പുള്ളി ഇതിൽ അങ്ങോട്ട് ഈ വചനത്തിൽ ഈ ഒറ്റ വേർഡിൽ പുള്ളി അങ്ങോട്ട് ഹല്ലേലൂയ ഭയങ്കരമായിട്ട് ശക്തിപ്പെടും. പുള്ളി നടന്നെടുത്ത് മൊത്തം പുള്ളി പോയെടുത്ത് മൊത്തം പുള്ളി ഈ ഉള്ളിൽ ഈ ഒരു തോന്നൽ ഈ ഒരു ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം പോയെടുത്തെല്ലാം മരിച്ചവരെയൊക്കെ എത്രയോ പേര് പുള്ളി എഴുന്നേപ്പിച്ചെന്നത്. കാരണം അദ്ദേഹം മനസ്സിലേക്ക് മഹത്വത്തെ പ്രത്യാശ ക്രിസ്തു എന്നിലിരിക്കുന്നത് ഞാൻ സാധാരണക്കാരനല്ല. പിന്നെ അദ്ദേഹം വായ തുറന്ന് പറയുന്നതെല്ലാം ഹല്ലേലൂയ ആ ഒരു വെളിപ്പാട് ഉൾക്കൊണ്ട് ആ ഒരു ശക്തി ഉൾക്കൊണ്ടിട്ട് ഹല്ലേലൂയ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ. പക്ഷെ ഈ ശക്തി ഈ മഹത്വം മനസ്സിലാക്കിയിട്ട് എത്ര പേരനുസരിച്ച് നാവിനെ ചലിപ്പിക്കുന്നുണ്ട്. മരിച്ചെടുക്കുന്ന ആളെ നോക്കിയിട്ട് എഴുന്നേൽക്കാൻ എന്ന് പറയുമ്പോ എഴുന്നേൽക്കുക. കാരണം വെച്ചാൽ മഹത്വം എന്റെ ഉള്ളിലായിരിക്കുന്നത്. മഹത്വം വെളിപ്പെടുന്നിടത്തല്ല എന്താ പറയാ അവിടെ മഹത്വം സകലം ചെയ്യല. മഹത്വം ഉള്ളിടത്ത് ഒന്നും നമ്മൾ ചെയ്യണ്ട. ഞാനാകുന്നു പറയും. നിങ്ങൾക്ക് എന്തായിട്ട് നിങ്ങൾ എവിടെ നിൽക്കുമ്പോ എന്തായിട്ട് ഞാൻ വെളിപ്പെടണം അതായിട്ട് വെളിപ്പെടണം ദൈവം പറഞ്ഞേക്കുന്നെങ്കിൽ ഹല്ലേലൂയ അവിടെ അത് ആ ദൈവം നമുക്ക് അവിടെ വെളിപ്പെടെ തന്നെ ഈ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം നമ്മൾ എപ്പോഴും. യോശുവയോട് പറഞ്ഞ് ഹല്ലേലൂയ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിന്റെ വായിൽ നീങ്ങിപ്പോകരുത്. നീ ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോയെന്ന് വെച്ചാൽ വചനം നമ്മുടെ വായിൽ നീങ്ങിപ്പോ നമുക്ക് ദൈവം തന്ന കൽപ്പനകൾ പ്രമാണിക്കണം. അത് ഓർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വാ കൊണ്ട് നമ്മൾ ഹല്ലേലൂയ നമ്മൾ പറയുന്ന വചനങ്ങളെ കുറിച്ചുകൂടെ അവിടെ പറയുന്നത്. ജോഷുവയോട് പറഞ്ഞ നിന്റെ വായിൽ നീങ്ങിപ്പോ നീ അത് അനുസരിച്ച് നടക്കണം. അതുകൊണ്ട് നീ പറയുന്നതെല്ലാം നിന്റെ മുമ്പിൽ ഒരു മനുഷ്യനും ഹല്ലേലൂയ നിന്റെ മുമ്പ് നിൽക്കുന്നത് മനുഷ്യൻ മാത്രമല്ല ഒരു ശക്തിക്ക് നിന്റെ മുമ്പ് നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണ് ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വായിൽ നമ്മുടെ വായ കൊണ്ട് ഏറ്റു പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ സംഭവം. നമ്മുടെ വായ ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളോടൊപ്പം ചലിക്കുന്ന ഒരു പരിശുദ്ധ ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ സംസാരം. അത് ചെല്ലുന്ന സമയത്ത് അത് രണ്ടും കൂടെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ അവിടെ വിളിച്ചപ്പോ നമ്മൾ പറയുന്ന ഒരാൾ സൗഖ്യമാകട്ടെ, എഴുന്നേൽക്കുക, രോഗം മാറട്ടെ, അല്ലെങ്കിൽ അവരുടെ ഭാരം ഇതൊക്കെ പറയുമ്പോൾ അവിടെ എല്ലാം സംഭവിക്കുന്ന കാര്യം ഇതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് അതെങ്ങനെയായിരിക്കണം തീർച്ചയായും തിരിച്ചറിഞ്ഞു തന്നെ നമ്മൾ പറയുക. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ വചനത്താൽ കെട്ടുപോകുന്ന വചനത്താലല്ല നമ്മൾ സൃഷ്ടിച്ചെങ്കിൽ നമ്മൾ ആ വചനത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മ ശക്തി ഹല്ലേലൂയ വരുന്നിടത്താണ് വചനത്തിന് ജീവൻ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വചനവും പരിശുദ്ധാത്മ ഒരുപോലെ ഹല്ലേലൂയ ഉണ്ടാകട്ടെ. അതിന്റെ ശക്തി ഈ ദിവസങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ട ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.